ശശി തരൂരിനെതിരെ ആഞ്ഞടിച്ച് മുൻ മന്ത്രി ജി സുധാകരൻ. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കോൺഗ്രസ് പാർട്ടി സംഘടിപ്പിച്ച ഒരു പൊതുപരിപാടി, മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുദേവനും അവർ കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾ KPCC ആസ്ഥാനത്ത് സംഘടിപ്പിച്ചപ്പോൾ സെമിനാറിൽ പങ്കെടുക്കാനെത്തിയ ജി സുധാകരനാണ് ശശി തരൂരിനെ അറഞ്ചം പുറഞ്ചം ആക്രമിച്ചത്. ശശി തരൂരിനെ ആക്രമിച്ച് കണ്ടപ്പോൾ VD സതീശനും ഭയങ്കര ഇഷ്ടമായി. VD സതീശന് ശശി തരൂർ എന്ന് കേട്ടാൽ തന്നെ കണ്ണിലെ കരടാണ്. കണ്ണിൽ കരടാണോ തടിക്കഷ്ണമാണോ എന്നൊക്കെ നമ്മളിനി റിസർച്ച് ചെയ്ത് കണ്ടെത്തേണ്ടി വരും. ജി സുധാകരൻ പറഞ്ഞത് വിശ്വപൗരൻ എന്ന് പറയുന്ന രണ്ട് ആളുകളെ നമുക്ക് എടുത്തു പറയാൻ പറ്റത്തുള്ളൂ. ഒന്ന് മഹാത്മാഗാന്ധി, മറ്റൊന്ന് ജവഹർലാൽ നെഹ്റു. മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവുമാണ് ഇന്ത്യയുടെ വിശ്വപൗരന്മാർ. അവരുടെ കഠിനാധ്വാനം, പ്രസംഗം, അവരുടെ ജീവിത രീതി, സമരം അങ്ങനെയൊക്കെ കൊണ്ട് ലോക ജനശ്രദ്ധ നേടിയ ആളുകളാണ്. അല്ലാതെ ചില ആളുകളെ പോലെ രണ്ട് രാജ്യത്തിൻ്റെ അംബാസിഡറായിരുന്നു, അല്ലെങ്കിൽ UN അവിടെ പോയി കുറച്ചു കാലം ജോലി ചെയ്തു, ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് വിശ്വമാനവൻ, വിശ്വപൗരൻ എന്നൊക്കെ പറഞ്ഞ് ഞെളിഞ്ഞു നടക്കുന്ന ചില ആളുകളുണ്ടല്ലോ, അവരൊന്നും വിശ്വപൗരനൊന്നുമല്ല എന്ന് പറഞ്ഞാണ് ശശി തരൂരിനെ കടന്നാക്രമിച്ചത്. ഇത് പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന കോൺഗ്രസ്സുകാരിൽ VD സതീശൻ്റെ ആളുകൾക്കും രമേശ് ചെന്നിത്തല ആളുകൾക്കുമൊക്കെ ഭയങ്കര സന്തോഷമായി. തരൂർ വിശ്വപൗരനല്ലെന്ന് ഒരാളെങ്കിലും പറഞ്ഞല്ലോ. പിന്നീട് നടന്ന പ്രസംഗത്തിൽ VD സതീശൻ ജി സുധാകരനെ പുകഴ്ത്തുകയും ചെയ്തു. ഇതുപോലെ ശുദ്ധനും സൽസ്വഭാവിയുമായ പൊതുമരാമത്ത് മന്ത്രി മറ്റൊരാൾ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാണ് ജി സുധാകരനെ പുകഴ്ത്തിയത്. വേദിയിലുണ്ടായിരുന്ന C ദിവാകരനും അതുപോലെ തന്നെ ആണ് കോൺഗ്രസ് പാർട്ടിയെയും ജി സുധാകരനെയും പുകഴ്ത്തി സംസാരിക്കുകയും ചെയ്തു. ജി സുധാകരൻ ഓൾമോസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഔട്ടായി നിൽക്കുകയാണ്. കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ ക്ഷണിതാവായി പോലും അദ്ദേഹത്തെ വിളിച്ചില്ല. 6 പതിറ്റാണ്ടിൻ്റെ പ്രവർത്തന പാരമ്പര്യമുള്ള അദ്ദേഹം ആ സമ്മേളനം നടന്നപ്പോൾ SFIയെ പഴിചാരിക്കൊണ്ട് ഒരു കവിത എഴുതിയാണ് മാധ്യമങ്ങളിൽ ഇടം പിടിച്ചത്. SFIയിലുള്ളതെല്ലാം കള്ളന്മാരും കൊള്ളക്കാരുമാണ്, ഇപ്പോൾ SFIയുടെ ആശയങ്ങൾ നേരെ ഉച്ചരിക്കാൻ പോലും കഴിയാത്ത ആളുകളാണ് SFIയിലുള്ളത് എന്ന തരത്തിലുള്ള കവിതയാണ് ജി സുധാകരൻ എഴുതി അന്ന് മാധ്യമ ശ്രദ്ധ നേടിയത്. 6 പതിറ്റാണ്ടിൻ്റെ പാരമ്പര്യം ജി സുധാകരൻ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ പാർട്ടി പ്രായാധിക്യത്തെ കൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തിയത്. ഇത്തവണ പ്രത്യേക ക്ഷണിതാവായോ സമ്മേളനത്തിലേക്ക് അടുപ്പിച്ചതുപോലുമില്ല. അതിലൊക്കെ ഉള്ള വേദന കൊണ്ടാകാം കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന പരിപാടികളിലേക്കും BJP സംഘടിപ്പിക്കുന്ന പരിപാടികളിലേക്കുമൊക്കെ ജി സുധാകരൻ യഥേഷ്ടം പങ്കെടുക്കാറുണ്ട്. അദ്ദേഹം വാഗ്മിയാണ്, കവിയാണ്, രാഷ്ട്രീയ CPMൻ്റെ രാഷ്ട്രീയം തന്നെയാണ് ഇപ്പോഴും അദ്ദേഹത്തിനുള്ളത്. പാർട്ടി വിട്ടൊന്നും പോയിട്ടില്ല. എങ്കിൽ പോലും അദ്ദേഹം ഇന്നലെ ശശി തരൂരിനെ കടന്നാക്രമിച്ചപ്പോൾ അതിനകത്ത് 1-2 രാഷ്ട്രീയ സാഹചര്യങ്ങളും വസ്തുതകളും കൂടിയുണ്ട്. ശശി തരൂർ പിണറായി സർക്കാരിനെ പുകഴ്ത്തി പറയുന്നുണ്ട്. ഇന്നലെ തന്നെയാണ് ശശി തരൂരും മുഖ്യമന്ത്രി പിണറായി വിജയനും കൂടെ നിൽക്കുന്ന സെൽഫി ഫോട്ടോയൊക്കെ പുറത്തു വരുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടാകണം തരൂരിനെ കടന്നാക്രമിച്ചത്. പിണറായി വിജയനെ ഇങ്ങനെ മാത്രം പൊക്കി പറയാൻ തരൂരാരാണ്? വിശ്വപൗരൻ എന്ന ലേബലിൽ തരൂര് പൊക്കി പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി എല്ലാം ആയെന്നാണോ വിചാരം? ഈ വിചാരമൊക്കെ ആയിരിക്കണം ജി സുധാകരനെ കൊണ്ട് തരൂരിനെതിരെ ആഞ്ഞടിക്കാൻ പ്രേരിപ്പിച്ചത്. അതുമാത്രമല്ല, പിണറായി വിജയൻ്റെ ഭരണത്തിന് കീഴിൽ എല്ലാ മേഖലകളും പുരോഗമിച്ചു എന്ന് പലരും പറയുമ്പോഴും അടിസ്ഥാന വർഗത്തിൻ്റെ ആവശ്യങ്ങൾ ഇപ്പോഴും നിരാകരിക്കപ്പെടുന്നു എന്ന പക്ഷക്കാരനാണ് ജി സുധാകരൻ എന്നൊരു പൊതുവേ ഒരു സൂചനയുണ്ട്. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലും വാക്കുകളിലും അത് നിഴലിക്കുകയും ചെയ്യാറുണ്ട്. അടിസ്ഥാന വർഗ്ഗങ്ങളിൽ നിന്ന്, അടിസ്ഥാന മനുഷ്യരിൽ നിന്ന് CPM ഒരുപാട് അകന്നു പോകുന്നു. നയവ്യതിയാനം അല്ലെങ്കിൽ നയമാറ്റം, നവകേരളത്തിനുള്ള പുതുവഴി എന്നൊക്കെ പറയുമെങ്കിലും അടിസ്ഥാന വർഗത്തിൻ്റെ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ പ്രസ്ഥാനത്തിൻ്റെ ആ സ്വഭാവം നഷ്ടപ്പെട്ടാൽ ഈ ഫാസിസ്റ്റ് വർഗീയ സംഘടനകളുമായി അതിന് വ്യത്യസ്തത ഉണ്ടാകാതെ വരും. ഇതൊക്കെ ജി സുധാകരൻ മനസ്സിൽ കണ്ടിട്ടാകണം ശശി തരൂരിനെ വിമർശിക്കുന്നത്. ശശി തരൂര് പിണറായി വിജയനെ പിന്താങ്ങുന്നു, പിണറായി വിജയൻ്റെ സർക്കാരിനെ പിന്താങ്ങുന്നു. അത് ജി സുധാകരന് ഒട്ടും സഹിക്കുന്നില്ല. ആ ദഹനക്കേട് അദ്ദേഹം ഇന്നലെ KPCC സംഘടിപ്പിച്ച വേദിയിൽ വെച്ച് പുറത്ത് കാണിക്കുകയും ചെയ്തു.